ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഞങ്ങൾ ബിഗ് ബുദ്ധൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഞങ്ങൾ ബിഗ് ബുദ്ധ പോയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബുദ്ധ പോയിരുന്നു. ഇപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ടു, കുറേ അവിടെ കുറേ നേരം നിന്നിരുന്നു, സ്പെൻഡ് ചെയ്തിരുന്നു, ചുറ്റും നടന്നിരുന്നു, അതിനകത്ത് പോയിരുന്നു. ആ സമയത്ത് ഇച്ചിരി പണി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ചിലപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് കാണും, 2 വർഷം ആയതുകൊണ്ട്. 1 വർഷം ആയതുകൊണ്ട്. പക്ഷേ പോകാൻ താല്പര്യമില്ല. നമ്മൾ ബിഗ് ബുദ്ധ പോയി അവിടുത്തെ മെയിൻ അട്രാക്ഷനെ ബുദ്ധനെ കണ്ടു, തൊഴുതു വന്നു. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴുണ്ടല്ലോ, പോകുന്ന വഴിക്ക് ഞങ്ങളൊരു വ്യൂ പോയിന്റ് കണ്ടിരുന്നു. എന്നുവെച്ചാല് പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ കഫേ ഉണ്ട്. കഫേയിൽ ചില കഫേയിലൊക്കെ ആനേനെ വെച്ചിട്ടുണ്ട്, ചെറിയ ആനക്കുട്ടിയില്ലേ അതിനെയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പം അവിടെ ഇതുണ്ട്, എന്തായിരുന്നു, എലിഫന്റ് റൈഡ് ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മള് ഡ്രിങ്ക് ഒക്കെ വന്നു. പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ജ്യൂസ് വന്നു. ബിഗ് ബുദ്ധയിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ പണ്ട് ഇതിലെ പോകുന്ന സമയത്ത് കുറേ കെഫെ കണ്ടിരുന്നു. അത് കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചിരുന്നു ഇവിടെ ഒന്ന് കയറണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം കയറാൻ പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആക്ച്വലി ഖൗറാങ് ഹില്ല് വരുന്ന വഴിക്ക് നമുക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ലേറ്റായി. ഇപ്പം ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ വെച്ചാൽ ഖൗറാങ് ഹിൽ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഈ ക്യാഫേയിലും കൂടെ കയറി വൈകിട്ട് വരാമെന്ന്. ലേറ്റായി. അപ്പം ഇവിടെ ക്യാഫേയിലിരിക്കും, വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തായ്ലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബഡ്ജറ്റ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, വീഡിയോ ഞങ്ങളുടെ തായ്ലൻഡ് സീരീസ് കാണുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഏജൻറ്റുമാർക്ക്, അതായത് നിങ്ങൾക്ക് ടൂർ ഏജൻസി വരെ പോവാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കണ്ടു നോക്കുക. A to Z നിങ്ങളുടെ ഓൺ പൈസയിൽ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ചിലവ് എത്ര എമൗണ്ട് ഓഫ് പൈസ നിങ്ങൾക്ക് എവിടെ ചിലവാക്കണം, എന്ത് നിങ്ങളുടെ കൺട്രോളിൽ ഇരിക്കണം, എന്ത് നിങ്ങളുടെ കൺട്രോളിൽ ഇരിക്കേണ്ട, അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത്. അപ്പോൾ നേരം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇത് 2 ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കണ്ട, മാംഗോ എൻ്റെ ജ്യൂസ്, പൈനാപ്പിൾ എൻ്റെ ജ്യൂസ്. എൻ്റെ ജ്യൂസ് മാംഗോ. വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു, കാരണം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അത് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പിന്നെ കുറച്ച് ട്രാവൽ ചെയ്തതും. 10 മിനിറ്റ്സ് റെയിൻകോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മഴ ഉണ്ടാകുന്ന തോന്നും. പിന്നെ ഭയങ്കരമായിട്ട് വെയിലും ചൂടും തുടങ്ങി. ഇവിടെ എത്തിയപ്പോഴേക്ക് ചൂടെടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെയെങ്കിലും അഴിച്ചു മാറ്റിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നല്ല തണുത്ത ഡ്രിങ്ക് ഓർഡർ ചെയ്തത്. നിങ്ങളിവിടെ വരുമ്പോഴും പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് റെയിൻകോട്ട് ക്യാരി ചെയ്യണം കേട്ടോ. റെയിൻകോട്ട് ഇവിടെ തായ്ലൻഡ് എസ്പെഷ്യലി ഫൂക്കത്തും ക്രാബിലും ഒക്കെ എപ്പം വേണമെങ്കിലും മഴ പെയ്യും. അപ്പം നിങ്ങളിവിടെ വരുമ്പം എപ്പോഴും റെയിൻകോട്ട് ക്യാരി ചെയ്യുക, ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും. ഡെക്കത്ലോണിൽ കിട്ടും, നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക്. ഡെക്കത്ലോണിലുണ്ട്, അല്ലെങ്കിൽ ആമസോണിലുണ്ട്. 150-200 രൂപേൻ്റെ ചെറുത് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 50 ബാട്ടിന് ഡിസ്പോസിബിൾ വൺസ് കിട്ടും. നിങ്ങൾ വ്യൂ കാണിച്ചു തരാം. പൈനാപ്പിളും കൊള്ളാം, മാംഗോ അടിച്ചോട്ട്. ഇതാണ് ക്യാഫേ. നമ്മൾ ഇരിക്കുന്ന ക്യാഫേ ഇതാണ്. ഞങ്ങളെപ്പോഴുണ്ടല്ലോ ബിഗ് ബുദ്ധൻ്റെ ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന പ്രോംതേപ് കേപ്പിലാണ്. പ്രോംതേപ് കേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ്
ദ ടിപ്പ് ഓഫ് ഫുക്കേറ്റ് ആണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. യൂഷ്വലി ആൾക്കാർ സൺസെറ്റിനാണ് വരുന്നത്. നമുക്ക് സൺസെറ്റ് കിട്ടുമോയെന്ന് ഡൗട്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കോളും മൂടാപ്പും ഒക്കെ ഉണ്ട്. അപ്പം ഇന്നലെ നോക്കിയിരുന്നു, പക്ഷേ ഇന്നലെ നല്ല മഴക്കോളായിരുന്നു, അപ്പം വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ജസ്റ്റ് വ്യൂ പോയിൻ്റ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട്, സപ്പോസ് വൈകുന്നേരം പറ്റിയില്ലെങ്കിൽ മിസ്സാവാതിരിക്കാൻ, ലാസ്റ്റ് ടൈം കൂടിയാണ്. അതെ, അപ്പം ജസ്റ്റ് ഈ സ്പോട്ട് വന്നൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളെയും കൂടെ കൂട്ടാൻ വരും. വണ്ടി വരുമ്പോഴേ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്കിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എൻട്രി ഫീ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നോക്കട്ടെ, നമുക്ക് പോകുമ്പോൾ അറിയാം. ഇതൊരു വലിയൊരു ക്ലോക്കാണ്. ക്ലോക്കിൻ്റെ സമയം ഏകദേശം ഇല്ല, കറക്റ്റ് അല്ല, റോങ്ങാണ്. ഇതാണ് വ്യൂ പോയിന്റ്. അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. വ്യൂ കാണാൻ നിങ്ങൾക്ക് ഇവിടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് മെമ്മോറിയലാണ് തോന്നുന്നു. ഷിപ്പ് മാതിരിയൊക്കെ പണിതിട്ടുണ്ട്, കണ്ടില്ലേ? ഷിപ്പിൻ്റെ മാസ്റ്റ് മാതിരിയൊക്കെ കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഏതോ ഷിപ്പിൻ്റെയോ അത് ലൈറ്റ് ഹൗസ്. അത് ലൈറ്റ് ഹൗസാണ് കേട്ടോ, പഴയ ലൈറ്റ് ഹൗസാണിത്. ഇവിടെ ഷിപ്പിൻ്റെ ഒക്കെ ഇത് ഒരു ഷിപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഷിപ്പിൻ്റെ മോഡലൊക്കെ ഉണ്ട്. ഒരു വാർഷിപ്പാന്ന് തോന്നുന്നു. HTMS ചോപ്പറയ, അടിപൊളി. അപ്പോൾ ഇതൊരു ഷിപ്പിൻ്റെ മെമ്മോറിയൽ മാതിരി. ഇത് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇതൊരു ചെറിയ വണ്ടി, ചെറിയ ബോട്ട്. ഇവിടെ ഒരു, എനിക്ക് തോന്നുന്നു അയാളുടെ ഫ്ലീറ്റിനകത്തിരുന്ന കപ്പലുകളാണെന്ന് തോന്നുന്നു. അപ്പം അത് മുകളിലിരിക്കുന്ന ലൈറ്റ് ഹൗസാണ്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലോണം ലൈറ്റ് ഹൗസ്. സൺറൈസ് 6:17 സൺസെറ്റ് 8:04. ഇവിടെ ഒരു ഷിപ്പുണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ ഒക്കെ പഴയ ഡിസൈൻസുകളാണ് കേട്ടോ, പഴയ ലൈറ്റ് ഹൗസിൻ്റെ ഡിസൈനുകളാണ്.
നിങ്ങൾ പ്രോംതേപ്പ് കേപ്പ് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട്. ആ ഒരു ലേക്കും ഓഷ്യനുമായിട്ട് മേർജ് ആവുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഉച്ചഭക്ഷണം ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് തിരിച്ചത്. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് നല്ലോണം മഴ കിട്ടി. അപ്പം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ ഞങ്ങളെ DM ചെയ്യുക.